ഓഹോ, ഷാളൊക്കെ കൊണ്ടാണല്ലേ? ഒറ്റ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിസ്സസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ട്രിപ്പ് പോകാൻ പോവാണല്ലേ. ട്രിപ്പൊന്നുമല്ല, ഇവിടെ അമ്പലത്തിൽ പോവാണ്. കൊട്ടിയൂർ അമ്പലത്തിൽ പോയിട്ട് ട്രിപ്പ് പോകുന്നുണ്ട്. ചെലപ്പോ പോകണം, പക്ഷെങ്കിൽ പോകാൻ നോക്കാം. ഒക്കെ അപ്പൊ നമ്മള് കൊട്ടിയൂർ അമ്പലത്തിൽ പോകുന്നുണ്ട്. എന്നിട്ട് നമ്മളെന്താ കൊട്ടിയൂർ അമ്പലത്തിൽ പോയിട്ട് കൊറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കൊട്ടിയമ്പലത്തിൽ പോയിട്ട് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കാണിക്കും കേട്ടോ. ഓക്കെ, പുതിയ സ്മാർട്ട് വാച്ച് കിട്ടിയില്ലേ? വാച്ച് കൊടുത്തേ. സ്കൂളിൽ പോകാൻ പുതിയ ബാഗെല്ലാം മേടിച്ചപ്പോഴത്തേക്കും പുതിയ വാച്ച് കിട്ടി, ഫ്രീ. ഇനി അതുമേലായിരിക്കും പരിപാടിയല്ല അല്ലേ? രണ്ടെണ്ണമില്ല സ്മാർട്ട് വാച്ച്, വേറൊരു വാച്ചും കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ തന്നെയല്ല പോകുന്നത്, ഏട്ടനും എല്ലാവരും വരുന്നുണ്ട്. അപ്പൊ അവര് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റിങ്ങിനാണ്. അവർ വന്നിട്ട് അവിടുന്ന് ഒരുമിച്ച് അങ്ങ് പോകാന്ന് ഓർത്തു. നമ്മളൊക്കെ റെഡി ആയിരിക്കും. ഇനി അവരും കൂടി വന്നാലും മതി. എല്ലാ വാച്ചും നോക്കിക്കൊണ്ട് വരുന്നു. ഇങ്ങനത്തെ കൂട്ട് 2 വാച്ചും, ഇങ്ങനത്തെ കൂട്ട് തന്നെ സ്മാർട്ട് വാച്ച് അല്ല, ഇതിന്റെ ചതുരമുള്ളതല്ല, ചതുരമുള്ള ഇതാണ് ഇത്. ഇങ്ങനത്തെ കൂട്ടല്ല, ഇത് ഇവിടെ ഞെക്കിയാലോ മറ്റേന്റെ അവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അതിൽ നിക്കണം. വാച്ചിന്റെ പുരാണം. അപ്പൊ എന്തായാലും കഴിഞ്ഞു, ലീവൊക്കെ കഴിഞ്ഞു. നാളെയും കഴിഞ്ഞു, മറ്റന്നാളെ സ്കൂൾ തുറക്കും അല്ലേ? അതിനോട് തയ്യാറെടുപ്പിലാണ്. അപ്പൊ എന്തായാലും നമുക്ക് കൊട്ടിയിൽ പോകുന്ന വിശേഷങ്ങൾ സ്കൂളിൽ പോകുന്ന എന്താന്ന് പറയട്ടെ, പാർക്ക് ഉണ്ടാവില്ലേ? പാർക്ക് ഇതാ വണ്ടി കേറന്നു. ആരുമില്ലേ? ഇതാണ്ട് കുഞ്ഞായിരിക്കും. എല്ലാരും വന്നു. ഇതാണ്ടേ വരുന്നു മമ്മച്ചി. നമ്മള് വണ്ടി പിടിച്ചു. അച്ഛാ, വീഡിയോ ക്യാമറ നൈറ്റ് ഡ്യൂട്ടി ക്യാമറ. ഹലോ, ഹായ്. മാമീനെ കണ്ടില്ല. അമ്മ മാമ അപ്പൊ നമ്മള് കൊട്ടിയൂരമ്പലത്തിലെത്തി. കൊട്ടിയൂരമ്പലത്തിന്റെ അകത്ത് കയറിയിട്ട് നമുക്ക് ബാക്കി വീഡിയോ കാണാം. ഇതൊക്കെ ഇവിടെ കൊറേ പുഴയുണ്ട്, ഇവിടെ കൊറേ പുഴയുണ്ട്. ഇതിന്റെ അപ്പുറത്ത് കണ്ടോ ടൗൺ. നമ്മൾ കൊട്ടിയിലെത്തി. ഫുള്ളാളാ. ചേട്ടൻ, ദേവൂട്ടൻ, അമ്മ, മിന്നു. എന്റെ ചേട്ടന്റെ കെട്ടിയോളോ. കൊടയൊക്കെ പിടിക്കണോ? ആണോ? പടം തന്നെ. എല്ലാരും കാവ്യ. സതീശേട്ടൻ കാവി, ഫ്രണ്ടിൽ പോകുന്ന എല്ലാരും കാവി, ദേവൂട്ടൻ കാവി. എവിടെയാണ്? കൊട്ടിയൂർ വൈശാഖ മഹോത്സവ നഗരി. റെഡിയല്ലേ?
അണ്ണ ഹലോ ബോയ് ഗൈസ്. ഇതാ അക്കരെ ക്ഷേത്രത്തിലേക്കുള്ള അല്ലേ പൊന്ന. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ രാത്രിയായിരുന്നു. രാത്രി എന്ന് പറഞ്ഞാൽ ഏറെ രാത്രിയല്ല, ഏകദേശം ഒരു 7:30-8 മണിയായിരുന്നു. ആ സമയത്തും ഇഷ്ടം പോലെ ഭക്തജനങ്ങളാണ് അവിടെ ഈ കൊട്ടിയൂരപ്പനെ കാണാൻ അവിടെ എത്തിച്ചേരുന്നത്. ഈ കാണുന്ന ചിറയിലൂടെ ഒഴുകി വരുന്ന വെള്ളത്തിൽ കൂടി നടന്നാണ് നമ്മൾ അകത്തേക്ക് എത്തിച്ചേരുന്നത്. അവിടെ ശ്രീകോവിലോ അതുപോലെ തന്നെ വിഗ്രഹങ്ങളോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. സാക്ഷാൽ പരമശിവൻ സ്വയംഭൂവായി കുടികൊള്ളുന്ന ഒരിടം. താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ നിർമ്മിതികൾ മാത്രമേ അവിടെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. തണുപ്പ് നിറഞ്ഞ മഴ നനഞ്ഞ് വേണം അവിടെ തൊഴാൻ എന്നാണ് പറയാറ്. തണുപ്പും എന്താ പറയുക, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അവിടെ. എത്തിയപ്പോഴോ ഇഷ്ടം പോലെ ഭക്തജനങ്ങൾ, നിറഞ്ഞ ക്യൂ, കുറേ നേരം ക്യൂ നിന്നു. പിന്നെ കുഞ്ഞും എല്ലാവരും ഉള്ളത് കൊണ്ട് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു വേഗം കടത്തി വിടുമെന്ന്. എന്നാൽ അതൊന്നും ഉണ്ടായില്ല. കുഞ്ഞിനെയും കുഞ്ഞിൻ്റെ അമ്മയെയും അച്ഛനെയും മാത്രം കടത്തി വിട്ടു. ഞങ്ങൾ കുറേ നേരം അവിടെ ക്യൂ നിന്നതിന് ശേഷമാണ് തൊഴാൻ സാധിച്ചത് തന്നെ. ദക്ഷൻ യാഗം നടത്തിയ ദക്ഷഭൂമി കൂടിയായിട്ടാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. അങ്ങനെ ഒട്ടേറെ ഐതിഹ്യങ്ങളുണ്ട് ഈ നാട്ടിനെക്കുറിച്ചും ഈ ക്ഷേത്രത്തെക്കുറിച്ചും പറയാൻ. വർഷത്തിൽ 28 ദിവസം മാത്രമേ ഇവിടെ പൂജയും കാര്യങ്ങളും ഉണ്ടാകുള്ളൂ. അതിൽ ചുരുങ്ങിയ ദിവസം മാത്രമേ സ്ത്രീകൾക്കും പ്രവേശനമുള്ളൂ. കഴിയാല ഇതോരോ അവരെ അവകാശമുണ്ട്. നമ്മളിങ്ങനെ എന്ത് പറയില്ല, എന്നെ വിഭാഗത്തിന് നമ്മളെ അവകാശികൾ എന്ന് പറയില്ലേ, അതുപോലെ ഓരോ ഹിന്ദു തന്നെയുള്ള കുറെ ഗ്രൂപ്പുകളുണ്ട്, അവർക്കുള്ള അവകാശങ്ങളാണ്. സന്ധ്യാശിസിന്റെ വീട്ടുകാർക്കുണ്ടല്ലോ ഇവിടെ ഒരു അവകാശം. കയ്യാലന്റെ പണിക്കാരാണ്. കയ്യാല പണിക്കാരോ? കയ്യാലെന്ന് പറയാം. ഓരോ ഗ്രൂപ്പ് ഇതിന് ഒറ്റ ഒറ്റ ദേവു 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 നോക്ക് ചുമന്നു കേട്ടോ. വെള്ളം വീഴുന്നില്ലല്ലോ. ഒറ്റ മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് കൊട്ടിയൂർ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ് ഈ ഓടപ്പൂവ്. ഇത് ദക്ഷന്റെ താടിയാണെന്നും യാഗം നടത്തിയ മുനിയുടെ താടിയാണെന്നും ഒക്കെ ഐതിഹ്യങ്ങളുണ്ട്. ഐതിഹ്യങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് കൂടുതൽ അറിയില്ല, എങ്കിലും ഞങ്ങൾ വാങ്ങി ദക്ഷന്റെ താടി എന്നറിയപ്പെടുന്ന ഓടപ്പൂവ്. വീട്ടിലിട്ടാൽ ഐശ്വര്യമാണെന്നും ഒക്കെ പറയുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി ചന്തയിലൊക്കെ കറങ്ങി നടന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മക്കൾക്കും വാങ്ങിയൊക്കെ ഏറെ ലേറ്റായിട്ട് അവിടെ നിന്ന് വന്നത്. എല്ലാവരും മഴ നനഞ്ഞതിൻ്റെയൊക്കെ ചെറിയൊരു ക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നു. ഏറെ ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത്. വന്ന് വാവേൻ്റെ കൂടെ കുറച്ച് നേരം കളിയെല്ലാം കഴിഞ്ഞ് പിന്നെ എല്ലാവരും കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഇനിയുള്ള വീഡിയോസും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി വരുന്ന മറ്റ് വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.